ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറിനും ഷാലോം ഗോസ്പൽ മിനിസ്ട്രീസ് കണ്ണൂരും സംയുക്തമായി എല്ലാ മാസത്തിൻ്റെയും അവസാനത്തെ ശനിയാഴ്ചകളിൽ നടത്തിവരുന്ന സംഗീത ശുശ്രൂഷയാണ് ഇന്ന് വേദധ്വനി എന്ന പേരിൽ ഈ പ്ലാറ്റ്ഫോമിലൂടെ നടത്തപ്പെടുന്നത്. അനേക വർഷങ്ങളായി ഈ ശുശ്രൂഷ ഈ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സർവശക്തനായ ദൈവം അതിന് അടിയങ്ങൾക്ക് കൃപ നൽകുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. പല സ്ഥലങ്ങളിലും മഴയുടെ പ്രയാസങ്ങൾ, നെറ്റ് കിട്ടാത്ത അവസ്ഥ ഒക്കെ നിലവിലുണ്ട്. എന്നാൽ ഈ മീറ്റിങ്ങിന് യാതൊരു വിധമായ പ്രയാസങ്ങളും നേരിടാതെ ആദ്യോടന്തം അനുഗ്രഹപൂർണമായി ശുശ്രൂഷ നിവർത്തിക്കപ്പെടുവാൻ ഇടയായിത്തീരുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൽ ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് ആവശ്യമായിരിക്കുന്ന ദൈവ കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസന് വേണ്ടിയും, ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ യാതൊരു പ്രയാസവും കൂടാതെ ഇതിൽ ജോയിൻ ചെയ്യുവാനും ആവശ്യമായിരിക്കുന്ന കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ധാരാളമായി നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ തിരുവല്ലയിലായിരിക്കുന്ന പ്രിയ KM തോമസ് അങ്കിൾ പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. ഞങ്ങളെ തിരിയുമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ മനോഹരമായ കൂട്ടായ്മയുടെ സമയത്തിനായിട്ട് കർത്താവെ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. മക്കളായ നിങ്ങൾക്ക് ലോകത്തിന്റെ വിവിധ ഭാഗത്ത് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒന്നിച്ചു കൂടുവാൻ, ദൈവസന്നിധിയിൽ കർത്താവെ ഗാനങ്ങൾ ആലപിച്ച് സന്തോഷിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ നൽകിയിരിക്കുന്ന ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവെ, പേർത്തിലുള്ള ബ്രദറൻ വിശ്വാസികളും അതുപോലെ കണ്ണൂരുള്ള ശാലേം ഗോസ്പൽ മിനിസ്ട്രി ചേർന്ന് നടത്തുന്ന ഈ ശുശ്രൂഷ കഴിഞ്ഞ ദീർഘനാളുകളായി തുടരുവാൻ കർത്താവ് അനുവദിച്ചു. മാസത്തിലൊരിക്കൽ കർത്താവ് ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ നടത്തുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതോടെ ഞങ്ങൾ അവിടെ സ്തുതിക്കുന്നു. അത് അനേകർക്ക് അനുഗ്രഹമായ കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നു. അതോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇതിൽ നിർദ്ധാരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കാര്യങ്ങളിൽ പരിമേൽപ്പിക്കുന്നു. ഇന്ന് കർത്താവെ ഈ പ്രോഗ്രാം ലീഡ് ചെയ്യുന്ന കർത്തദാസന് കർത്താവെ പ്രിയ പ്രമോദ് തോമസിനായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ആവശ്യമായ കൂടെ സഹായിക്കണമേ. ഗാനങ്ങൾ ആലപിക്കുന്ന സഹോദരി സഹോദരന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ കർത്താവ് ജോയിൻ ചെയ്യുന്നുണ്ട്. അവരെ അവിടുത്തെ കാര്യങ്ങൾ പരിമേൽപ്പിക്കുന്നു. അനുഗ്രഹമായ രീതിയിൽ ഗാനങ്ങൾ ആലപിക്കാൻ കർത്താവ് സഹായിക്കണമേ. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ കർത്താവെ അവിടുന്ന് കാലാവസ്ഥ അനുകൂലമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സംവിധാനങ്ങളും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പ്രവർത്തിപ്പാൻ അവിടുത്തെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വരുന്ന ഓരോരുത്തരെയും കർത്താവിന്റെ കരങ്ങൾ പരിമേൽപ്പി ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് പങ്കെടുക്കുന്ന എല്ലാവർക്കും അനുഗ്രഹം തരുന്നത് മാത്രമല്ല അവിടുത്തെ നാമം കർത്താവ് മഹത്വപ്പെടുന്നു. അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പുതുതായി ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ ശുശ്രൂഷയൊന്ന് പരിചയപ്പെടുത്തുകയാണ്. പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറൻ എന്നുള്ളത് ഓസ്ട്രേലിയയിലെ പെർത്തിൽ ബ്രദറൻകാരായിരിക്കുന്ന മലയാളികൾ ഒരുമിച്ച് ചേർന്ന ഒരു കൂട്ടായ്മയാണ് പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറൻ. അതിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന കർത്താവിന്റെ ദാസനാണ് പ്രിയ ജോൺ ചെറിയാനങ്കിൾ. അദ്ദേഹമാണ് ഈ ശുശ്രൂഷ ഹോസ്റ്റ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെയും കുടുംബത്തെയും ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഷാലോം ഗോസ്പൽ മിനിസ്ട്രീസ് എന്നുള്ളത് കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന ഒരു ടീം പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. നേരത്തെ ഓർപ്പിച്ചതുപോലെ എല്ലാ മാസത്തിന്റെയും അവസാനത്തെ ശനിയാഴ്ചയിൽ നടത്തിവരുന്ന ഒരു ശുശ്രൂഷയാണ് ഇന്നും വേദധ്വനി എന്ന പേരിൽ നടത്തപ്പെടുന്നത്. വ്യത്യസ്ത നിലകളിലുള്ള ശുശ്രൂഷകൾ കഴിഞ്ഞ നാളുകളിൽ ഈ പ്ലാറ്റ്ഫോമിലൂടെ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്കിടയായി തീർന്നിട്ടുണ്ട്. അനേക ദൈവദാസന്മാരുടെ ഗാനങ്ങൾ
കോർത്തിണക്കിക്കൊണ്ടുള്ള ശുശ്രൂഷകൾ, അതുപോലെ അനേക ദൈവദാസന്മാരുടെ വചന സന്ദേശങ്ങളൊക്കെയും, അതുപോലെ കുഞ്ഞുങ്ങളുടെ ഗാനങ്ങൾ എന്നീ നിലകളിൽ വ്യത്യസ്തമായ നിലകളിലുള്ള ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കർത്താവ് അനുവദിച്ചാൽ ഈ ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും എല്ലാ സഹോദരി സഹോദരന്മാരും തുടർന്നും സഹകരിക്കുകയും ചെയ്യണം എന്ന് ഓർപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിക്കുന്ന സഹോദരന്മാർ ബ്രദർ സജീവ് മാത്യു മെൽബൺ, ബ്രദർ ഷാലിൻ വർഗീസ് ന്യൂയോർക്ക്, ബ്രദർ ഷിബു ജോസ് ഉടുമൽപെട്ട്, ബ്രദർ പ്രമോദ് എസ് ജോൺ ദോഹ, ബ്രദർ ജെയിംസ് ജോൺ തോട്ടപ്പള്ളി എന്നീ സഹോദരന്മാരും, സിസ്റ്റർ അനീമ ജസ്റ്റിൻ അയർലൻഡ്, സിസ്റ്റർ റൂബിൾ ജോബി ചെന്നൈ, സിസ്റ്റർ ജോസ്ന ബിജോ അയർലൻഡ്, സിസ്റ്റർ ലിറ്റി ബെൻ ചെന്നൈ, സിസ്റ്റർ കെസിയ ജോസ് ഉടുമൽപേട്ട് എന്നീ സഹോദരിമാരുമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവരെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതവും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം അരുളുകയാണ്. ഇന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതനായ കർത്താവിൻ്റെ ദാസനാണ്. കോട്ടയം പൊറുതലമറ്റം എന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേദിയിലായിരിക്കുമ്പോൾ തന്നെ ഒരു വേദ അധ്യാപകനായും പ്രസംഗകനായിട്ടുമൊക്കെ വിവിധ നിലകളിൽ കർത്താവെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് അവറുകളാണ്. കഴിഞ്ഞ നാടുകളിലൊക്കെയും ഈ ശുശ്രൂഷയിൽ ഈ പ്രോഗ്രാം ലീഡ് ചെയ്യുവാനായിട്ട് കർത്താവിൻ്റെ ദാസനിടയായി തീർന്നിട്ടുണ്ട്. ഇന്ന് ഈ മീറ്റിംഗും ലീഡ് ചെയ്യുവാനായിട്ട് കർത്താവിൻ്റെ ദാസനെ ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് അവറുകളെ സ്നേഹത്തോടെ ആദരവോടെ ഞാൻ ക്ഷണിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ സായംകാലത്തിൽ ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. ഈ മാസത്തിന്റെ അവസാന ശനിയാഴ്ച നമുക്കിങ്ങനെ ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടുവാനും അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഗാനങ്ങൾ കേൾക്കുവാനും നമ്മുടെ ആത്മീയ ജീവിതം ധന്യമായി തീരുവാനും ഇടയാവുന്നല്ലോ. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമുക്ക് ഈ നിലയിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തും മറ്റു പല സ്ഥലങ്ങളിലും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ നമുക്ക് ആവശ്യമായിരുന്നു. ദൈവം നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഈ സംവിധാനങ്ങളൊന്നും, നെറ്റിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ വണ്ണം ദൈവം സഹായിക്കേണ്ടതിനാണ് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്ക് ഏതൊരു സമയത്തും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും അവിടെ ആയിരിക്കും. ചിലർക്ക് രാവിലെ, ചിലർക്ക് വൈകുന്നേരം, ചിലർക്ക് രാത്രി, അങ്ങനെ വിവിധ നിലകളിൽ ആയിരിക്കുന്ന ഈ സാഹചര്യങ്ങൾ ഏത് സാഹചര്യത്തിൽ തന്നെയായിരുന്നാലും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ മഹത്വത്തിനായിട്ട് ആയിരിക്കാം. ദൈവസാന്നിധ്യ ബോധത്തോടുകൂടി നമുക്ക് ആയിരിക്കാം. നമുക്കറിയാം, ഏതൊരു സമയത്തിലും ദൈവമക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ദൈവത്തെ ആരാധിക്കുന്നതാണ്. ദൈവമേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ വരുന്നു, താപക തൃപ്പാദം തന്നിൽ കുമ്പിടുന്നു, ഞാൻ നമിക്കുന്നു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ആത്മീയമായ ആരാധനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിൽ വരാം. കാരണം ദൈവം തന്റെ പുത്രനെ നൽകി നമ്മെ സ്നേഹിച്ചു. കർത്താവായ യേശുക്രിസ്തു സ്വർഗ സൗഖ്യം പിടിഞ്ഞ് ഈ പാരിടത്തിൽ വന്ന് സ്വന്തമാക്കി നമ്മെയും തന്റെ പുത്രനാക്കി മക്കളാക്കി തീർത്തു. മാത്രമല്ല, ഓരോ ദിവസവും ഈ പാഴ്വര ഭൂമിയിൽ പരിശുദ്ധാത്മാവ് നമ്മെ സ്വാതന്ത്ര്യം നൽകി കാത്തിരുന്നു, പരിപാലിക്കുന്നു. ഇങ്ങനെ ത്രിയേക ദൈവം നമ്മെ സ്നേഹിച്ചു, നമ്മെ രക്ഷിച്ചു, നമ്മളെ പരിപാലിക്കുന്നു. മാത്രമല്ല, താമസമില്ല നമ്മുടെ കർത്താവ് വരും, അവിടുത്തെ പൊന്നുമുഖം നമ്മൾ കാണും, ആ നിത്യകാലം കർത്താവിനോടുകൂടെ വാഴും. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയാണ്. നമുക്കറിയാം, വളരെ പ്രതിസന്ധി യുദ്ധങ്ങളും വളരെ കഷ്ടതകളും വളരെ ധാർമ്മികതയെല്ലാം നടമാടുന്ന ഈ ലോകത്തിൽ നമ്മുടെ പ്രത്യാശ എത്രയോ ശ്രേഷ്ഠമാണ്. ഈ പ്രത്യാശ കാരണഭൂതനായ കർത്താവായ യേശുക്രിസ്തു ഉയർത്തി പിതാവായ ദൈവത്തെ ആരാധിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം, സ്തുതികളുടെ മേൽ വാഴുന്ന ദൈവം, സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയുമായ മഹാദൈവം,
ആ മഹാദൈവത്തെ നമുക്ക് ആരാധിച്ചുകൊണ്ട് ആ ഗാന ശുശ്രൂഷ ആരംഭിക്കാം. വളരെ സുപരിതമായ ആത്മീയ ഗീതങ്ങളിൽ 227-ാമത്തെ ഗാനം, ദൈവമേ നിൻ സന്നിധിയിൽ വന്നിടുന്നു സാധു ഞാൻ, താപകാത്രപാദത്തിൽ കുമ്പിടുന്നി ഏഴഞ്ഞാൽ. ജോർജ് കോശി മൈലപ്പുറ രചിച്ച മനോഹരമായ ഗാനം. നമുക്കറിയാം, പ്രിയ ഗായകൻ സജീവ് മാത്യു മെൽബൺ എന്റെ സുഹൃത്താണ്. അദ്ദേഹം ഈ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കും. അദ്ദേഹത്തെ ഹാർദവമായി ഈ ഗാന ശുശ്രൂഷയിലേക്ക് കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സാധു
താങ്ക് യു സജീവ്, മനോഹരമായിട്ട് പാടി. നമുക്ക് വളരെ സുപരിതമായ ഗാനം ഒരു പ്രാവശ്യം കൂടെ കേൾക്കാൻ ഇടയായല്ലോ. തുടർന്നും സഹോദരനെ അനേക ഗാനങ്ങൾ പാടുവാൻ ബലപ്പെടുത്തട്ടെ. ദൈവനാമത്തിനായിട്ട് ആയിരിക്കും സ്ഥാനത്ത് ഉപയോഗിക്കട്ടെ. നമുക്കറിയാം, നിത്യതയിൽ നമ്മൾ കേൾക്കുന്ന ഗാനം കർത്താവായ യേശു ക്രിസ്തു യോഗ്യൻ എന്നാണ്. അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തി, ധനം, ബലം, ബഹുമാനം, സ്തുതി, സ്തോത്രം എല്ലാം സ്വീകരിപ്പാൻ യോഗ്യൻ. ഭൂമിയിലും ലോകത്തിന്റെ 5 വൻകരകളിലുള്ള ലക്ഷോപലക്ഷം വിശുദ്ധന്മാർ കർത്താവിനെ ആരാധിക്കുകയാണ്, സ്തുതിക്കുകയാണ്. അവിടുന്ന് സ്തോത്രത്തിന് യോഗ്യനാണ്, ആരാധനയ്ക്ക് യോഗ്യനാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കാരണം എന്താണ്? അതിന് വലിയൊരു കാരണമുണ്ട്. ഈ കർത്താവായ യേശുക്രിസ്തു ദൈവമാണ്. ആ ദൈവമായിരുന്നവൻ ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ പാലിലേക്ക് വരികയും പാലിൽ വന്ന് നമുക്ക് വേണ്ടി തന്റെ ജീവനെ തന്നു. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിൽ വലിയ സ്നേഹമില്ലെന്ന് അള്ളി ചെയ്ത കർത്താവ് നമുക്ക് വേണ്ടി തന്റെ ജീവനെ നൽകു, നമ്മെ വീണ്ടെടുത്തു. അതുകൊണ്ട് സ്തുതിക്ക് യോഗ്യൻ എന്നും എന്റെ യേശു മാത്രമാണ്. അതെ, കർത്താവ് മാത്രമാണ് സ്തുതിക്ക് യോഗ്യൻ. കാരണം നമുക്ക് വേണ്ടി അവിടെ ജീവൻ നൽകിയവനാണ്. നാം ദൈവത്തെ അറിയുന്നതിന് മുമ്പ്, കർത്താവിനെ അറിയുന്നതിന് മുമ്പ് അവിടെ നമ്മെ അറിഞ്ഞു എന്നുള്ളതാണ്. നമുക്കൊന്നും പൊഴുവാനില്ല, പ്രശംസിക്കാനില്ല. കാരണം കർത്താവ് നമ്മെ മുന്നറിഞ്ഞത് കൊണ്ടാണ്. ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് ഉലക സ്ഥാപനത്തിന് ഉളവായൊരു അൻപാൽ അവൻ നമ്മെ തെരഞ്ഞെടുത്തത് കൊണ്ട്, അവൻ നമ്മെ മുന്നറിഞ്ഞത് കൊണ്ടാണ് നമുക്ക് ദൈവത്തെ അറിയുവാൻ ഇടയായത്. നോക്കുക, ആ സ്നേഹം എത്ര വലുതാണ്, ആ കരുണ എത്ര വലുതാണ്. അതുകൊണ്ടാണ് നമുക്ക് ദൈവമക്കളായി തീരാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം ലഭിച്ചത്. മാത്രമല്ല, ആ പുതിയ ജീവൻ നമുക്ക് പകർന്നു. പാപികളായി അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്ന് നമുക്ക് പുതിയ ജീവൻ കർത്താവ് തന്നു. നാം പുതിയ സൃഷ്ടിയായി മാറി. അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയിലേക്കാണ്. സ്വർഗീയമായ ഒരു സൃഷ്ടിയായിട്ട് മാറുവാൻ, സ്വർഗത്തിന്റെ അവകാശികളായി തീരുവാൻ ഈ ലോകം വിട്ടാൽ, കർത്താവ് വന്നാൽ നമുക്ക് കർത്താവിനോട് കൂടെ നിത്യകാല വാഴുവാനുള്ള ഭാഗ്യം തന്നിരിക്കുക. എത്ര ശ്രേഷ്ഠമായ പദവിയാ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്തുതിക്ക് യോഗ്യനായ ദൈവത്തെ നമുക്ക് വീണ്ടും സ്തുതിക്കാം. സ്തുതിക്ക് യോഗ്യനെന്നും എന്റെ യേശു മാത്രമാണ്. അതെ, ലോകത്തിൽ ലക്ഷോപലക്ഷങ്ങൾ പാടുന്ന ആ ഗാനം നമുക്ക് കേൾക്കാം. മനോഹരമായ ഗാനവുമായി ജോസ്ന ബിജോ അയർലൻഡിൽ നമ്മുടെ മധ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രിയ സഹോദരി ഗാനം ആലപിക്കുന്നതിനായിട്ട് കർത്താവായ യേശു നാമത്തിൽ ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. സ്തുതിക്ക് യോഗ്യനെന്നും എന്റെ യേശു മാത്രമാണ്. സ്തുതിക്ക് യോഗ്യനെന്നും എന്റെ യേശു
താങ്ക് യു ജോസ്ന, മനോഹരമായിട്ട് പാടി. ഞാൻ ആദ്യമായിട്ടാണ് ജോസ്നയുടെ പാട്ട് കേൾക്കുന്നത്. നന്നായിട്ട് പാടി. തുടർന്ന് അനേക ഗാനങ്ങൾ പാടുവാൻ ദൈവം ബലപ്പെടുത്തട്ടെ. കർത്താവിന് വേണ്ടി ഗാനത്തിലൂടെയും ആയിരിക്കും സ്ഥാനത്ത് കർത്താവിന്റെ സാക്ഷിയായിട്ട് ചോദിപ്പാൻ ദൈവം ബലപ്പെടുത്തട്ടെ. എല്ലാം നന്മകളാൽ ദൈവം നിറയ്ക്കട്ടെ. അടുത്തതായിട്ട് നമുക്കറിയാം, നമ്മുടെ പാട്ടിന്റെയും ആരാധനയുടെയും ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും വർണ്ണിപ്പാനായിട്ട് കഴിയുന്നതല്ല. നമ്മൾക്ക് ഈ ഭൂമിയിൽ അനുഭവിക്കാൻ കഴിയുന്ന എല്ലാ നന്മകളുടെയും അടിസ്ഥാനം ദൈവത്തിന്റെ സ്നേഹമാണ്. ആദ്യം നമ്മെ അവൻ സ്നേഹിച്ചു, അതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. നമുക്ക് സ്നേഹിപ്പാനായിട്ട് ഒരു യോഗ്യതയും അർഹതയും ഇല്ല. പാപികളും ദോഷികളും ദൈവസനം നടന്നുപോയവരായ നമ്മള് ദൈവകോപത്തിന് ഇടയാകേണ്ടവരായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ മഹാസ്നേഹം കൊണ്ട് സ്നേഹിച്ചു. എന്താണ് ആ സ്നേഹം? എവിടെയാണ് ആ സ്നേഹം നമ്മൾ കാണുന്നത്? ആ സ്നേഹം ക്രൂശിന്മേലാണ് കാണുന്നത്. കാൽവരി ക്രൂശിൽ കാണുന്ന ദൈവസ്നേഹം, തന്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിച്ച് നമ്മെ സ്നേഹിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ആ സ്നേഹത്തിന്റെ ആഴത്തെ, അതിന്റെ നീളത്തെ, അതിന്റെ വീതിയെ വർണ്ണിപ്പാൻ നമ്മുടെ നാവ് ശക്തമല്ല. നിത്യത മുഴുവൻ നമ്മൾ ആരാധിക്കുകയും പാടുകയും ചെയ്യുന്നത് ദൈവസ്നേഹമാണ്. നിത്യതയിൽ ദൈവസ്ഥലെത്തി ഞാൻ വിശ്രമിക്കവേ നിൻമുഖ കാന്തിയിൽ ഞാൻ ആനന്ദിക്കുമ്പോഴും പാടുവാനുള്ളത് ഇത്രമാം സ്നേഹം എനിക്ക് വേണ്ടി ചൊരിഞ്ഞല്ലോ കർത്താവേ എന്നാണ്. നിൻമഹാ സ്നേഹം എത്ര വലുതാണ്! പാപികളായ നമ്മളെ ദൈവമക്കളാക്കി തീർത്ത സ്നേഹം, ക്രൂശിൽ കാണുന്ന സ്നേഹം, നമുക്ക് വേണ്ടി നിന്നതനായി നിസ്സാരനായി നിസ്സഹായനായി കിടക്കുന്ന കർത്താവ്, നമ്മുടെ പാപമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്താൽ കൈവിടപ്പെട്ടവനായി ദൈവകോപം മുഴുവൻ അനുഭവിക്കുന്ന കർത്താവ്, നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം ഊറ്റി തന്ന കർത്താവ്, അവിടുന്ന് മരിച്ചുയർത്തിട്ട് സ്നേഹിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോഴും നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. യേശു തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. നമുക്കറിയാം, എല്ലാ ഭാഷയിലും പാട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവമക്കളായി. യേശു കർത്താവിനെ രക്ഷിതാവ് കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോഴാണ് ആ ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. നിത്യത മുഴുവൻ നമ്മൾ ആ സ്നേഹത്തെ കുറിച്ച് പാടുന്നു. നിൻ സ്നേഹം എത്രയോ ആഴമേ, എന്നാവിനാൽ അവന്യമോ, നിൻ പുത്രനെ ക്രൂശിന്മേൽ യാഗമായി അർപ്പിച്ച് ഈ പാപി ഓർക്കുവാൻ, നിന്റെ പുത്രനെ വെടിയുവാൻ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്നിൽ എന്ത് യോഗ്യത. മനോഹരമായി ഗാനം ആലപിക്കുന്നത് ന്യൂയോർക്കിൽ നിന്ന് ഷാലിനും സഹോദരി ഷേർലിയും ചേർന്നാണ്. പ്രിയ ഷാലിൻ എഴുതിയ ഒരു ഗാനമാണ്. പ്രിയ സഹോദരിയെയും ഈ മനോഹരമായ ഗാനം ആലപിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. നിൻ സ്നേഹം എത്രയോ ആഴമേ, എൻ നാവിനാൽ അവന്യമോ.
എന്നായുസ്സും എൻ ജീവനും നിന്ദയാ മാത്രമേ. ഞാനായതും നിൽപ്പതും നിൻ കൃപാ മാത്രമേ. എന്നായുസ്സും എൻ ജീവനും നിന്ദയാ മാത്രമേ. എൻ ജീവനും എൻ സർവ്വവും നിൻ സേവയ്ക്കായി മാത്രമേ. എന്നേശുവേ എൻ ജീവനേ എൻ സർവ്വവും നീ മാത്രമേ. എന്നേശുവേ എൻ ജീവനേ എൻ സർവ്വവും നീ മാത്രമേ. ഒരു നാളിലൻ പ്രിയനും മേഘത്തിൽ വന്നിടും. തേജസ്സിൽ വേഗത്തിൽ നിൻമുഖം കണ്ടിടും. ഒരു നാളിലൻ പ്രിയനും മേഘത്തിൽ വന്നിടും. തേജസ്സിൽ വേഗത്തിൽ നിൻമുഖം കണ്ടിടും. എന്നെയും നീ ചേർക്കുവാൻ വേഗം നീ വന്നിടണേ. എന്നാശ നിന്നെ കാണുവാൻ നിന്നോടെന്നും വാഴുവാൻ. എന്നാശ നിന്നെ കാണുവാൻ നിന്നോടെന്നും വാഴുവാൻ. Praise the Lord. താങ്ക് യു ശാലിൻ, താങ്ക് യു ഷാർലി. മനോഹരമായിട്ട് പാടി, വളരെ അർത്ഥമുള്ള ഗാനമാണ്, നന്നായിട്ട് പാടി. മാത്രമല്ല ഇനിയും ഇങ്ങനെയുള്ള ഗാനങ്ങളൊക്കെ എഴുതുവാനും പാടുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിനുള്ള സ്നേഹവും അവിടുത്തെ വരവുള്ള പ്രത്യാശയും കൊണ്ടൊക്കെ നിറയപ്പെട്ട് കർത്താവിന്റെ സാക്ഷികളായി ജീവിക്കാൻ ദൈവം ബലപ്പെടുത്തട്ടെ, തുടർന്ന് അനുഗ്രഹിക്കട്ടെ. അടുത്തായിട്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? ഈ ലോകത്തിൽ നേടുന്ന സമ്പത്തോ സുഖ സൗകര്യങ്ങളോ ഈ ലോകത്തിൽ സമ്പാദിക്കുന്ന ധനമോ ഇതൊക്കെ താൽക്കാലികമാണ്. ഇതൊക്കെ നമ്മൾ വിട്ടേച്ച് പോകേണ്ടതാണ്. ഇതൊന്നും ആത്യന്തികമായ ഭാഗ്യമല്ല. ജർമ്മനിയുടെ മണ്ണിൽ കർത്താവിന് വേണ്ടി ജീവിച്ച് കേരളത്തിന്റെ മണ്ണിൽ വന്ന് കർത്താവിന്റെ വേല ചെയ്ത ആ ഒരു ദൈവദാസൻ വി നാഗൽ, അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറയും അദ്ദേഹത്തിന്റെ വലിയ ഭാഗ്യം, ഏറ്റവും വലിയ ഭാഗ്യം യേശു എൻ സ്വന്തം ആണ് എന്നുള്ളതാണ്. യേശു എൻ സ്വന്തം ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത്. ആ ഭാഗ്യം ചൊല്ലിക്കൂടാ, അത് വർണ്ണിച്ചു തീർക്കാനായിട്ട് കഴിയുന്നതല്ല. കാരണം എന്താണ്? പഴയതെല്ലാം കഴിഞ്ഞുപോയി. യേശുക്രിസ്തു നമ്മുടെ സ്വന്തമായിട്ടിരുന്നപ്പോൾ പഴയ പാപജീവിതം, പഴയ ആ നരകത്തിലേക്കുള്ള പോക്ക്, പഴയ ആ പിശാചിന്റെ അടിമത്തത്തിനുള്ള അവസ്ഥ, അതെല്ലാം മാറ്റി വന്നു. അതുകൊണ്ട് മകൻ സാഹിബ് പാടി, എനിക്ക് പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും അവിടുത്തെ കുരിശുമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായിരിക്കും നമുക്ക് ഏതൊരു സമയത്തും പ്രശംസിക്കാനുള്ളത്, പാടാനുള്ളത് ദൈവ കുഞ്ഞാടും അവിടുത്തെ കുരിശുമാണ്. പൗലോസ് പറഞ്ഞു, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുന്നത്. അതെ, നമ്മുടെ പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും അവിടുത്തെ ക്രൂശുമാണ്. കാരണം നമ്മുടെ അന്ധകാരം നീക്കിയത്, നമുക്ക് ഇരുട്ടിന്റെ പാശം അകർത്ത് ജീവപ്രകാശം വന്നത് ആ കാൽവറിയിലെ ക്രൂശിലാണ്. നമുക്ക് വേണ്ടി ഇരുട്ടിലൂടെ കടന്നുപോയി നമുക്ക് വെളിച്ചം ഒരുക്കി തന്ന സ്ഥാനമാണ്
കാൽവറിയിലെ ക്രൂശ് എന്നുള്ളത്. നമ്മള് അന്ധകാരത്തിൽ നിറഞ്ഞവരായിരുന്നു. നമ്മുടെ മുമ്പിൽ ആ തുറന്ന നരകമായിരുന്നെങ്കിൽ ക്രൂശിൽ നമുക്ക് തുറന്ന സ്വർഗം കാണാനായിട്ട് സാധിച്ചു. അതെ, ആ പാപം തന്റെ രക്തത്താൽ നീക്കി നമ്മെ ദൈവകുഞ്ഞാടാക്കി മാറ്റിയ സ്ഥാനമാണ് കാൽവറിയിലെ ക്രൂശ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് എപ്പോഴും പാടാനുള്ളത് ആ കർത്താവിനെ കുറിച്ചാണ്. ആ കർത്താവാണ് നമ്മുടെ പാട്ട്, ആ കർത്താവാണ് നമ്മുടെ പ്രശംസ. ആ കർത്താവിനെ എപ്പോഴും നമുക്ക് പാടണം, ആ കർത്താവിന് വേണ്ടി ജീവിക്കണം. അവിടുത്തെ സമ്പാദ്യമാണ് നമ്മള്. അവിടുന്ന് നമ്മുടെ കർത്താവാണ്, അവിടുന്ന് സ്നേഹിതനാണ്, ആത്മഭർത്താവാണ്, സകലവുമാണ്. ആ കർത്താവിന് വേണ്ടി ജീവിക്കുക, ആ കർത്താവിന്റെ സാക്ഷികളായിരിക്കുക, ആ കർത്താവിന് വേണ്ടി പാടുക. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ആ മനോഹരമായ ഗാനം തലമുറയായിട്ട് ഒരു നൂറ്റാണ്ടിൽ അധികമായി പാടിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ ഗാനം, നമ്മുടെ ആരാധന യോഗങ്ങളിലൊക്കെ പാടി നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ ഗാനം, പ്ലാനി ജെ ക്രോസ്ബി എന്ന് പറയുന്ന ദൈവദാസ് എഴുതിയ ബ്ലെസ്സഡ് അഷ്വറൻസ് ജീസസ് ഇസ് മൈൻ എന്നുള്ള ആ പാട്ട് ട്യൂണിൽ വി നാഗൽ സാഹിബ് എഴുതിയ മനോഹരമായ ഗാനം, യേശുവൻ സ്വന്തം ഹല്ലേലൂയ എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ എന്നുള്ള മനോഹരമായ ഗാനവുമായി ഇപ്പോൾ സഹോദരി അനീമ ജസ്റ്റിൻ ഫ്രം അയർലൻഡ് താമസിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്ന സേവിക്കുന്ന അനീമ ജസ്റ്റിൻ നമുക്ക് വേണ്ടി ആ ഗാനം ആലപിക്കുന്നതാണ്. പ്രിയ സഹോദരിയെ അതിനായി കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. യേശു എൻ സ്വന്തം ഹല്ലേലൂയ എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ പഴയതെല്ലാം കഴിഞ്ഞു പോയി കണ്ടാലും സർവം പുതിയതാ പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. യേശു എൻ സ്വന്തം ഹല്ലേലൂയ തീർന്നു എന്നാദ്യം നീങ്ങി എൻ്റെ ഇരുട്ടിൻ പാശം അറുത്തുതാൻ ജീവപ്രകാശം കാണുന്നു ഞാൻ. എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. യേശു എൻ സ്വന്തം ഹല്ലേലൂയ
പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. യേശു എൻ സ്വന്തം ഹല്ലേലൂയാ, ഈ സ്നേഹബന്ധം നിൽക്കും സദാ, മരണത്തോളം സ്നേഹിച്ചു താൻ, നിത്യതയോളം സ്നേഹിക്കും താൻ. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. യേശു എൻ സ്വന്തം ഹല്ലേലൂയാ, ഞാൻ നിൻ സമ്പാദ്യം എൻ രക്ഷകാ, നീ എൻ കർത്താവും സ്നേഹിതനും ആത്മഭർത്താവും സകലവും. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. താങ്ക് യു അനീമ, മനോഹരമായിട്ട് പാടി. ഇനിയും അനേക ഗാനങ്ങൾ പാടുവാനായിട്ട് ദൈവം ബലപ്പെടുത്തട്ടെ. ആ പാട്ടിന്റെ ഫുൾ എനർജി ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ഭക്തിയിൽ ലയിച്ച് പാടാൻ പ്രിയ സഹോദരിയെ ദൈവം ബലപ്പെടുത്തി. ഇനിയും അനേക ഗാനങ്ങൾ പാടുവാൻ ദൈവം തുടർന്ന് സഹായിക്കട്ടെ. കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, സ്വർഗീയമായ കൃപ നിറയ്ക്കട്ടെ. നമുക്കറിയാം, നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷത്തിലൂടെയാണ്. എന്നാൽ ഓരോ നിമിഷവും നമ്മളെ വിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതമാകുന്ന ഈ യാത്ര, ഈ സമയമാകുന്ന രഥത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം നമ്മളെ വിട്ട് എല്ലാം ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയത്തിന്റെ ആ മനോഹരമായിരിക്കുന്ന യാത്രയിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഈ സമയമൊന്നും നമ്മളെ തിരികെ കിട്ടത്തില്ല. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയം ദൈവനാമമഹത്വത്തിനായിട്ട് വിനിയോഗിക്കാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, കഥാകിനാക്കൾ മണതാരിൽ കണ്ട് ദൈവത്തെ മറന്നു പോകാൻ ഇടയാകരുത്. ലോകത്തിന്റെ സ്വപ്നങ്ങളും ലോകത്തിന്റെ എല്ലാ സുഖങ്ങളിലും സന്തോഷത്തിലും പെട്ട് കർത്താവിനെ മറന്നു പോകാൻ ഇടയാകരുത് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം. മനസ്സിന്റെ മണിയുടെ വാതിൽ തുറന്ന് കരുണപ്രകാശമേ എഴുന്നള്ളിക്കൂ. കരവല്ലി നീട്ടി നിൽക്കുന്ന കർത്താവിന്റെ ആ കനിവാർന്ന രക്ഷകൻ നമ്മെ വിളിക്കുമ്പോൾ ആ കർത്താവിനെ സ്വീകരിക്കുവാൻ
കർത്താവിന് വേണ്ടി ഹൃദയം സമർപ്പിക്കുവാൻ ഇടയായി തീരണം. ഈ ലോകത്തിന്റെ സ്വപ്നങ്ങളും ഈ ലോകത്തിന്റെ സന്തോഷവും ഈ ലോകത്തിന്റെ സുഖങ്ങളും എല്ലാം മാറിപ്പോകുന്നതാണ്. എന്നാൽ രക്ഷിതാവിനെ കാണുമ്പോൾ ആ സ്നേഹകരങ്ങളിലേക്ക് ആ തിരുക്കൈകളാൽ തെളിച്ചതായ ആ ദേവൻ പുതു സൃഷ്ടിയാക്കി നമ്മെ തീർക്കും. കളങ്കങ്ങളെല്ലാം പോക്കും. കുരിശിന്റെ നിഴലിൽ നമുക്ക് ആ കുരിശിന്റെ സമീപത്തേക്ക് വരാം. കർത്താവെ, എന്റെ ജീവിതത്തെ ഇതാ ഞാൻ സമർപ്പിക്കുന്നു. എന്റെ ഇനിയുള്ള നിമിഷങ്ങൾ നിന്റെ മഹത്വത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. കർത്താവിന് വേണ്ടി ജീവിക്കും, കർത്താവിനെ സേവിക്കും, കർത്താവിന്റെ സാക്ഷിയായിട്ട് തീരും എന്ന് മനോഹരമായിരിക്കുന്ന അർത്ഥം വരുന്ന നമ്മുടെ ആത്മീയ ഗീതത്തിലെ 1177 ഗാനമാണ്. നിമിഷങ്ങൾ നിമിഷങ്ങൾ ജീവിത നിമിഷങ്ങൾ ഒഴുകുന്നു തിരികെ വരാതെ വണ്ണം എന്നുള്ളതായ ആ മനോഹരമായ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നത് ദോഹയിൽ നിന്ന് പ്രമോദ് എസ് ജോൺ ആണ്. പ്രിയ സഹോദരനെ ഈ ഗാനം ആലപിക്കുവാൻ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നിമിഷങ്ങൾ നിമിഷങ്ങൾ ജീവിത നിമിഷങ്ങൾ ഒഴുകുന്നു തിരികെ വരാതെ വണ്ണം. നിമിഷങ്ങൾ നിമിഷങ്ങൾ ജീവിത നിമിഷങ്ങൾ ഒഴുകുന്നു തിരികെ വരാതെ വണ്ണം. കനകക്കിനാവുകൾ മനതാരിൽ കണ്ടു നീ മതിമറന്നീശനെ മറന്നിടല്ലേ. കനകക്കിനാവുകൾ മനതാരിൽ കണ്ടു നീ മതിമറന്നീശനെ മറന്നിടല്ലേ. മനസ്സിന്റെ മടിയറവാതിൽ തുറന്ന് കരുണ പ്രകാശമേ വഴി തെളിക്കൂ. മനസ്സിന്റെ മണിയറവാതിൽ തുറന്ന് കരുണ പ്രകാശമേ വഴി തെളിക്കൂ. കനിവാർന്ന രക്ഷകൻ ബലമാർന്ന കൈകളാൽ തിരുമാർവിൽ കൃപയാൽ അണയ്ക്കും നിന്നെ. കനിവാർന്ന രക്ഷകൻ ബലമാർന്ന കൈകളാൽ തിരുമാർവിൽ കൃപയാൽ അണയ്ക്കും നിന്നെ. നിമിഷങ്ങൾ നിമിഷങ്ങൾ ജീവിത നിമിഷങ്ങൾ ഒഴുകുന്നു തിരികെ വരാതെ വണ്ണം. കനകക്കിനാവുകൾ മനതാരിൽ കണ്ടു നീ മതിമറന്നീശനെ മറന്നിടല്ലേ. കനകക്കിനാവുകൾ മനതാരിൽ കണ്ടു നീ മതിമറന്നീശനെ മറന്നിടല്ലേ. ഇരുളിന്റെ വഴിത്താരിൽ സ്നേഹത്തിൻ ദീപം തിരുകൈകളാൽ തെളിയിച്ച ദേവൻ. ഇരുളിന്റെ വഴിത്താരിൽ സ്നേഹത്തിൻ ദീപം തിരുകൈകളാൽ തെളിയിച്ച ദേവൻ. പുതു സൃഷ്ടിയാക്കിടും കളങ്കങ്ങൾ പോക്കിടും കുരിശിന്റെ നിഴലിൽ നയിക്കും നിന്നെ. പുതു സൃഷ്ടിയാക്കിടും കളങ്കങ്ങൾ പോക്കിടും
കുരിശിന്റെ നിഴലിൽ നയിക്കും നിന്നെ. നിമിഷങ്ങൾ നിമിഷങ്ങൾ ജീവിത നിമിഷങ്ങൾ ഒഴുകുന്നു തിരികെ വരാതെ വണ്ണം. കനകക്കിനാവുകൾ മനതാരിൽ കണ്ടു നീ മതിമറന്നീശനെ മറന്നിടല്ലേ. കനകക്കിനാവുകൾ മനതാരിൽ കണ്ടു നീ മതിമറന്നീശനെ മറന്നിടല്ലേ. താങ്ക് യു പ്രമോദ്, മനോഹരമായിട്ട് പാടി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും അതേ ഗാനങ്ങൾ പാടുവാൻ ദൈവം ഉപയോഗിക്കട്ടെ. മനോഹരമായ ആ ഗാനം കേൾക്കുവാനും നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ കർത്താവിനായിട്ട് സമർപ്പിക്കുവാനും കർത്താവിന് വേണ്ടി ജീവിക്കുവാനും ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഇനി നമുക്ക് വളരെ സുപരിതമായ ഒരു അടുത്ത ഗാനം കേൾക്കുന്ന, നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ സാധാരണ പാടുന്ന ഒരു മനോഹരമായ ഗാനമാണ്. അതൊരു തമിഴ് പാട്ടിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന ഒരു ഗാനമാണ്. നമുക്കറിയാം, അടവി കരുക്കളിനിടയിൽ ഒരു നാടകം എന്ന പോലെ വിശുദ്ധരിൻ നടുവിൽ കാണുന്ന അതിശ്രേഷ്ഠരാം യേശുവിനെ. വിശുദ്ധരുടെ മധ്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായി നമ്മൾ കാണുന്നത് മനുഷ്യരെ ആരെയല്ല, കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. ആ യേശുക്രിസ്തുവിനെ വിശുദ്ധരുടെ നടുവിൽ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുഭൂമി യാത്രയിൽ വളരെ നന്ദിയോടെ പാടും എന്ന് പാട്ടുകാരൻ പാടുകയാണ്. കാരണം എന്താണ്? അനേക കാരണങ്ങൾ പറയുന്നുണ്ട്. പനിനീർ പുഷ്പം, ഷാരൂനിലെ പനിനീർ പുഷ്പമാണ് കർത്താവ്. താഴ്വരയിലെ താമരയാണ്. വിശുദ്ധരിൽ അതിവിശുദ്ധനാണ്. മഹാ സൗന്ദര്യ പൂർണ്ണനായ കർത്താവായ യേശുക്രിസ്തുവാണ്. മാത്രമല്ല, പകർന്ന തൈലം പോലെ സൗരഭ്യം നൽകുന്നതാണ് അവിടുത്തെ നാമം. പഴി ദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ നമ്മളെ സ്വാന്തനിക്കുന്ന, സുഗന്ധമാക്കി മാറ്റുന്നതായ നാമമാണ്. മാത്രമല്ല, മനക്ലേശ തരംഗങ്ങളിൽ ദുഃഖ സാഹചര്യത്തിൽ നമ്മൾ വീഴുമ്പോൾ തിരുക്കര നീട്ടി നമ്മളെ എടുത്ത് മറുടണയ്ക്കുന്നതായ, ഭയപ്പെടേണ്ടായ നള്ളി ചെയ്യുന്ന ഒരു കർത്താവാണ് നമുക്ക് വേണ്ടി ഉള്ളത്. മാത്രമല്ല, ആ കർത്താവിന്റെ മുമ്പാകെ നമുക്കൊരു സമർപ്പണം ചെയ്യാൻ പാട്ടുകാരൻ പറയുന്നുണ്ട്. തിരുഹിതം തികച്ചിടുവാൻ ഇതാ ഞാൻ വരുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്റെ വേലയെ തികച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ നിന്നിടുവാൻ. നമ്മൾ എപ്പോഴും പാടുന്ന മനോഹരമായ ഗാനം ഒരു പ്രാവശ്യം കൂടെ കേൾക്കാനായിട്ട് നമുക്കിടയാക്കാൻ പോവുകയാണ്. അനുഗ്രഹീത ശബ്ദത്തിന് ഉടമയായ സൗരി റൂബിൾ ജോബി. റൂബിളിനെ എനിക്ക് വളരെ ചെറിയ പ്രായത്തിലെ പരിചയമുണ്ട്. ഞങ്ങളുടെ കോട്ടയംകാരിയാണ്, ഇപ്പോൾ ചെന്നൈയിലായിരിക്കുന്നു. റൂബിൾ ജോബിയെ ഈ മനോഹരമായ ഗാനം ആലപിക്കുന്നതിനായിട്ട് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. Thank you so much. പുഷ്പം ശാരോണിലവൻ
ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ. വാഴ്ത്തുമേ ഞാനെന്റെ പ്രിയനെ, ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ ഞാൻ പാടിടുമേ. മനോഹരമായിട്ട് പാടി ആ ഗാനത്തിന്റെ എല്ലാ ഫീലും ഉൾക്കൊണ്ടുകൊണ്ട് മനോഹരമായിട്ട് പാടുവാൻ ദൈവം പ്രിയപ്പെട്ടവളെ ബലപ്പെടുത്തി. കഴിഞ്ഞ ആളുകളിലും പ്രിയപ്പെട്ടവളുടെ ഗാനം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനിയും അനേക ഗാനങ്ങൾ പാടുവാൻ പ്രിയ സഹോദരിയെ ദൈവം ബലപ്പെടുത്തട്ടെ. കുടുംബമായി കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. നമുക്കറിയാം, ബൈബിൾ പറയുന്നു ഇപ്പോഴാവുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാവുന്നു രക്ഷാ ദിവസം. എന്നാൽ സുപ്രസാദ കാലവും ആ പ്രസാദ വർഷവും ഒക്കെ തീരാറായി, പ്രഭാതം അടുക്കാറായി. ഇപ്പോൾ അന്ധകാരത്തിന്റെ പാപത്തിന്റെ അന്ധകാരം കൂരിട്ട് ലോകത്തെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നീതി സൂര്യൻ കർത്താവ് പ്രഭാതം ഉദിക്കാറായി, കർത്താവ് ഉദിക്കാറായി, കർത്താവ് വരാറായി, പ്രഭാതം അടുക്കാറായി, ഈ ഇരുട്ട് നീങ്ങിപ്പോകാറായി. ദൈവമക്കൾക്ക് ആ തേജസ്സിന്റെ പ്രഭാതം, ആ പുനരുത്ഥാനത്തിന്റെ പൊൻപുലരി ഉദിക്കാറായി. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? എല്ലാവരും ഉണരണം, ഒരുങ്ങിയിരിക്കണം. ദൈവത്തിന്റെ മക്കളെ, ദൈവജനമേ ഉണരാം, ഉണർന്നിരിക്കാം. അന്ത്യകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അന്ത്യകാലത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ബൈബിൾ പറയുന്നു അന്ത്യകാലത്ത് ദുർഘട സമയം വരാൻ പോവുകയാണ്. ആ കാലഘട്ടത്തിലാണ് യുദ്ധങ്ങള്, പകർച്ചവ്യാധികള്, ലോകത്തെല്ലായിടത്തും മനുഷ്യൻ ക്രൂരന്മാരായി തീരുവാൻ, മദ്യപാനം, മയക്കുമരുന്ന് ഇതെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ലോകത്തൊട്ടും സമാധാനമില്ലാത്ത അവസ്ഥ കുടുംബങ്ങളിൽ, സമൂഹത്തിൽ, മതത്തിൽ ഒന്നും മനുഷ്യരെല്ലാം അന്യോന്യം കൊല്ലുകയും പകയ്ക്കുകയും സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും ഈർഷ്യയുള്ളവരും അസൂയുള്ളവരും പകയുള്ളവരുമായി പാപത്തിന്റെ അടുക്കുചാലുകളിൽ മനുഷ്യൻ കൂടുതൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാപത്തെ പാല് പോലെ കുടിച്ചുകൊണ്ട് അത് രസിച്ചുകൊണ്ട് നിത്യ നരകത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ അന്ത്യനാളുകളിൽ ദൈവമക്കളെ പാപത്തിന്റെ എല്ലാ ഭോഗങ്ങളെ ഉപേക്ഷിച്ച് കർത്താവിലുള്ള സ്നേഹത്തിൽ നമുക്ക് ഉണരാം, ഒരുങ്ങാം. കാരണം നമ്മുടെ മുമ്പിൽ ഒരു ന്യായാസനമുണ്ട്. മുൻപിലുണ്ടെന്ന് ഓർത്ത് നമുക്ക് ജീവിക്കാം. അനായാസനത്തിന് മുമ്പ് ഒരു ദിവസം നമ്മൾ നിൽക്കണം, നമ്മുടെ ജീവിതത്തിൽ കണക്ക് കൊടുക്കേണ്ടതാണ്. അന്ന് കർത്താവിൽ നിന്ന് നല്ലവനും വിശ്വസനമായ ദാസനെ എന്നുള്ള വിളികേൾക്കാൻ കഴിയുമോ? നമ്മെ തന്നെ പരിശോധിക്കാം. അതുകൊണ്ട് ഈ പ്രസാദ വർഷം തീരാറായി, പ്രഭാതം എടുക്കാറായി, ഒരുങ്ങി ഉണർന്നിരിക്കാം. ദൈവത്തിന്റെ ജനമേ ഉണരാം, നമുക്ക് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. ഈ മനോഹരമായ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നത് നമുക്കറിയാം ഇന്ന് കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന, പ്രത്യേകിച്ച് തമിഴ് ഭാഷയിലും മലയാളത്തിലും ഒക്കെ മനോഹരങ്ങളായ അനേക ഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന പ്രിയ സോനും ഷിബു ജോസാണ്. ഉടുമ്പൽപേട്ടയിൽ താമസിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പാടുന്ന, ഓരോ വർഷങ്ങളായി കർത്താവിന് വേണ്ടി പാടുന്ന കർത്തദാസനാണ്, സുവിശേഷ ഗായകനാണ്. പ്രിയ ഷിബു ജോസിനെ ഈ ഗാനം ആലപിക്കുന്നതിനായി കർത്താവിന്റെ നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്തു. പ്രസാദവർഷം തീരാറായി, പ്രഭാതമിങ്ങടുക്കാറായി, ഒരുങ്ങി ഉണർന്നിരിക്കാം ദൈവജനമേ, ഒരുങ്ങി ഉണർന്നിരിക്കാം ദൈവജനമേ. പ്രസാദവർഷം തീരാറായി, പ്രഭാതമിങ്ങടുക്കാറായി, ഒരുങ്ങി ഉണർന്നിരിക്കാം ദൈവജനമേ, ഒരുങ്ങി ഉണർന്നിരിക്കാം ദൈവജനമേ. അന്ത്യകാലത്തിൻ ദുർഘട സമയങ്ങളാൽ ദൈവസ്നേഹം കുറഞ്ഞു പോയിരന്ത്യനാഴികയിൽ, അന്ത്യകാലത്തിൻ ദുർഘട സമയങ്ങളാൽ ദൈവസ്നേഹം കുറഞ്ഞു പോയൊരു അന്ത്യനാഴികയിൽ ഉണരാം, ഒരുങ്ങാം, ഉണരാം,
ഒരുങ്ങാം. ന്യായാസനമത് മുൻപിലുണ്ടെന്നോർത്തു ജീവിക്കാം. ന്യായാസനമത് മുൻപിലുണ്ടെന്നോർത്തു ജീവിക്കാം. പ്രസാദവർഷം തീരാറായി, പ്രഭാതമിങ്ങടുക്കാറായി. ഒരുങ്ങി ഉണർന്നിരിക്കാം ദൈവജനമേ, ഒരുങ്ങി ഉണർന്നിരിക്കാം ദൈവജനമേ. ലോകസ്നേഹത്തിൻ മായാവലയത്താൽ ആദ്യ സ്നേഹം തണുത്തുപോയതമുൾ പൂവുകളെ. ലോകസ്നേഹത്തിൻ മായാവലയത്താൽ ആദ്യ സ്നേഹം തണുത്തുപോയതമുൾ പൂവുകളെ. ഉണരാം, ഒരുങ്ങാം, ഉണരാം, ഒരുങ്ങാം. ആഴമേറും ദൈവസ്നേഹത്താൽ നിറഞ്ഞിടാം, ആഴമേറും ദൈവസ്നേഹത്താൽ നിറഞ്ഞിടാം. പ്രസാദവർഷം തീരാറായി, പ്രഭാതമിങ്ങടുക്കാറായി. ഒരുങ്ങി ഉണർന്നിരിക്കാം ദൈവജനമേ, ഒരുങ്ങി ഉണർന്നിരിക്കാം ദൈവജനമേ. സ്നേഹത്തിൻ ചീർത്ത ചിന്തകളാൽ സോദര സ്നേഹം മറന്നുപോയൊരു സ്വാർത്ഥ മനസ്സുകളെ. ദ്രവ്യ സ്നേഹത്തിൻ ചീർത്ത ചിന്തകളാൽ സോദര സ്നേഹം മറന്നുപോയൊരു സ്വാർത്ഥ മനസ്സുകളെ. ഉണരാം, ഒരുങ്ങാം, ഉണരാം, ഒരുങ്ങാം. നല്ലവനാമൊരു ശമരിയനാകാൻ യേശു വിളിക്കുന്നു, നല്ലവനാമൊരു ശമരിയനാകാൻ യേശു വിളിക്കുന്നു. പ്രസാദവർഷം തീരാറായി, പ്രഭാതമിങ്ങടുക്കാറായി. ഒരുങ്ങി ഉണർന്നിരിക്കാം ദൈവജനമേ, ഒരുങ്ങി ഉണർന്നിരിക്കാം ദൈവജനമേ. മണ്ണിൽ നാം നേടും മാനമഹിമകളോ കൊഴിഞ്ഞു പോകും പുല്ലിൻ പൂ പോൽ ക്ഷണികമാണതിനാൽ. മണ്ണിൽ നാം നേടും മാനമഹിമകളോ കൊഴിഞ്ഞു പോകും പുല്ലിൻ പൂ പോൽ ക്ഷണികമാണതിനാൽ. ഉണരാം, ഒരുങ്ങാം, ഉണരാം, ഒരുങ്ങാം. നിലനിൽക്കുന്നൊരു മഹിമയ്ക്കായിട്ട് അധ്വാനിച്ചിടാം, നിലനിൽക്കുന്നൊരു മഹിമയ്ക്കായിട്ട് അധ്വാനിച്ചിടാം. പ്രസാദവർഷം തീരാറായി, പ്രഭാതമിങ്ങടുക്കാറായി. ഒരുങ്ങി ഉണർന്നിരിക്കാം ദൈവജനമേ, ഒരുങ്ങി ഉണർന്നിരിക്കാം ദൈവജനമേ. താങ്ക് യു ശുഭു. മനോഹരമായിട്ട് പാടി. ദൈവം ധാരാളമായിട്ട് തുടർന്നും അനേക ഗാനങ്ങൾ പാടുവാൻ ഉപയോഗിക്കട്ടെ. കർത്താവിന് വേണ്ടി കഴിഞ്ഞ ആളുകളൊക്കെ മനോഹരമായ ഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നു. ഇനിയും പാടുവാൻ ദൈവം ബലപ്പെടുത്തട്ടെ. കർത്താവിന്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ആ കർത്താവിന് നിൽക്കുന്ന ആളിന്റെ പ്രത്യാശയോടുകൂടി നമുക്ക് മുന്നോട്ട് ജീവിക്കാം. ഇനി നമ്മൾ വളരെ ഒരു പഴയ പാട്ട് കേൾക്കാൻ പോവുകയാണ്. നമ്മുടെ പാഠ്യപുസ്തകത്തിലെ 704-ാമത്തെ പാട്ട്. നമുക്കറിയാം, നമുക്ക് ദൈവം ചെയ്ത നന്മകളൊക്കെ നോക്കുമ്പോൾ എണ്ണി എണ്ണി സ്തുതിക്കുവാനായിട്ട് കഴിയും. ഇന്നയോളം തൻ ഭുജത്താൽ നമ്മെ നടത്തിയ കർത്താവ്, ആ കർത്താവിനെ ഓർക്കുമ്പോൾ, അവിടെ ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ നമുക്ക് എണ്ണി എണ്ണി സ്തുതിക്കാനായിട്ട് കഴിയണം. നമ്മളെപ്പോഴും ദൈവം ചെയ്ത നന്മകളെ മറന്നു പോകരുത്. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഉന്നം വെച്ച വൈരിയുടെ മധ്യത്തിൽ കണ്ണിൻ മുമ്പിൽ പതരാതെ
കൺമണി പോലെ നമ്മളെ കാത്ത കർത്താവിനെ നമ്മൾ ഒരിക്കലും മറക്കരുത്. അവിടെ നമ്മെ കഴിഞ്ഞ ആളിലൊക്കെ ശത്രുവിന്റെ മുമ്പാകെ നമുക്ക് വേണ്ടി മേശ ഒരുക്കി നമ്മെ കരുതി നടത്തിയ കർത്താവിനെ നമ്മൾ എപ്പോഴും ഓർക്കണം. അവനോട് എപ്പോഴും നന്ദിയുള്ളവനായിരിക്കണം. ആ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന സ്തോത്രം എന്ന യാഗം ഇടപെടാതെ നമ്മൾ അർപ്പിക്കണം. യോർദാൻ പോലെ കലങ്ങി മറിയുന്നതായ ജീവിതഭാരങ്ങൾ, എലിയാവിന്റെ പുതപ്പ് നമുക്കറിയാം. എലിയാവ് എടുക്കപ്പെട്ടതിന് ശേഷം എലീശ ആ പുതപ്പുമായിട്ട് വന്നപ്പോൾ ആ യോർദാൻ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്, കടക്കാൻ കഴിയത്തില്ല. പക്ഷേ ആ പുതപ്പ് ആ യോർദാൻ നദിയുടെ അടിച്ചപ്പോൾ ആ രണ്ടായിട്ടും ദ്വാരിക്കപ്പെടുകയും എലീശ കടന്നു പോവുകയും ചെയ്ത പോലെ നമ്മുടെ വിശ്വാസമാകുന്ന പുതപ്പ് നാം ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ ഭാരങ്ങളുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. നമ്മൾ ഏലിയാവ് മാറ്റപ്പെട്ടാലും എലീശയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ആ കർത്താവ് ഇന്നും ജീവിക്കുക, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക. മാത്രമല്ല, നമുക്കെതിരായിട്ട് വരുന്ന ഒരായുധവും ഫലിക്കുകയില്ല. നമ്മുടെ ഉടവനാണ് നമ്മുടെ അവകാശം. തന്റെ ദാസരിന്റെ നീതി അവിടുന്നാണ്. ആ ദൈവത്തെ നമുക്ക് എണ്ണി എണ്ണി സ്തുതിക്കുവാനായിട്ട് കഴിയണം. ആ മനോഹരമായ ഗാനം നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്ന് പാടുന്ന ആ ഗാനം നമുക്ക് തുടർന്ന് കേൾക്കാം. ഒരു ഉടുമ്പൽപ്പെട്ടയിൽ നിന്ന് പ്രിയ കസിയ ജോസ് നമുക്ക് വേണ്ടി ആ ഗാനം ആരംഭിക്കുന്നു. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ. പ്രിയ സഹോദരിയെ ആ ഗാനം ആരംഭിക്കുന്നതിനായി കർത്തൃനാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യും. Praise the Lord. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയ നാമമേ, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ. ഉന്നം വെച്ച വൈരിയൻ കണ്ണിൻ മുൻപിൽ പതരാതെ, ഉന്നം വെച്ച വൈരിയൻ കണ്ണിൻ മുൻപിൽ പതരാതെ, കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ, കൺ
ഭുജത്താൽ നിന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയ നാമമേ എണ്ണി സ്തുതിക്കുവാൻ. താങ്ക് യു. താങ്ക് യു കെസിയ, മനോഹരമായിട്ട് പാടി. തുടർന്ന് അനേക ഗാനങ്ങൾ പാടുവാൻ ദൈവം ബലപ്പെടുത്തട്ടെ. എനിക്ക് തോന്നുന്നു പ്രിയ ഷിബുവിന്റെ മകളാണെന്ന് തോന്നുന്നു. മോളെ ബലപ്പെടുത്തട്ടെ. കർത്താവിന് വേണ്ടി പാടുവാൻ പ്രിയ പിതാവിന്റെ ആ ശബ്ദവും ആ പാരമ്പര്യമൊക്കെ ദൈവം നൽകിയിട്ടുണ്ട്. കർത്താവിന് വേണ്ടി നീ അനേക ഗാനങ്ങളൊക്കെ പാടുവാൻ ദൈവം ബലപ്പെടുത്തട്ടെ. കർത്താവ് ഭാവിയിൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗായികയായി കർത്താവിന് വേണ്ടി ശോഭിപ്പാൻ എല്ലാ കൃപയും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, ലോകത്തിലെ അനേക സ്നേഹിതർ നമുക്കുണ്ട്. പക്ഷേ ഈ സ്നേഹിതരൊക്കെ മാറിപ്പോകുന്നവരാണ്. കഴിഞ്ഞ ആളുകളിൽ നമ്മെ സ്നേഹിച്ചവരൊക്കെ മാറിപ്പോയി. ഇപ്പോൾ സ്നേഹിക്കുന്നവർ നമ്മളെ സ്നേഹിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവരൊക്കെ മാറിപ്പോവും. ലോകത്തിന്റെ സ്നേഹം മാറുന്നതാണ്. എന്നാൽ യേശുവാണ് എന്റെ സ്നേഹിതൻ, മാറാത്ത സ്നേഹിതൻ. കഷ്ടത്തിലും ദുഃഖത്തിലും രോഗത്തിലും കണ്ണുനീരിലും ഒന്നും മാറാത്ത ഒരു സ്നേഹിതൻ, നിത്യതയോളം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹിതൻ. നമ്മൾ സ്നേഹിക്കാതിരിക്കുമ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ്, നമ്മെ മുറ്റും അറിയുന്നവനാണ് ഈ കർത്താവ്. നമ്മുടെ ജീവന്റെ ജീവനാണ് ആ കർത്താവ്. പൗലോസ് പറയുന്നു, നമ്മുടെ ജീവനായ ക്രിസ്തു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. അവിടെ നമ്മുടെ പ്രാണപ്രിയനാണ്, നമ്മുടെ ആത്മസ്നേഹിതനാണ്, വീഴുമ്പോൾ താങ്ങുന്ന പ്രിയനാണ്. നമുക്കറിയാം, ഈ ലോകത്തിലെ പ്രിയന്മാരൊക്കെ വീഴുമ്പോൾ ചിലപ്പോൾ മാറിപ്പോയെന്ന് വന്നേക്കാം. അവരൊക്കെ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഏത് വീഴ്ചയിലും ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നമ്മെ താങ്ങുന്ന ഒരു പ്രിയനാണ്. കരയുമ്പോൾ നമ്മെ മാർവോട് ചേർക്കുന്ന, നമ്മുടെ കണ്ണുനീരൊക്കെ തുടയ്ക്കുന്ന ഒരു കർത്താവ്, നമ്മെ മാർവോട് ചേർക്കുന്ന നല്ല പ്രിയൻ, തോളിലേറ്റും കണ്ണീരെല്ലാം ഒപ്പുന്ന ഒരു കർത്താവ്, ഉയർച്ച നൽകി നമ്മെ മാനിക്കുന്ന ഒരു നല്ല സ്നേഹിതൻ. ഇതുപോലെ ഒരു സ്നേഹിതനെ കണ്ടുമുട്ടുക എന്നുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഈ കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത്. അവന് വേണ്ടി ജീവിക്കുവാൻ, അവന്റെ സാക്ഷിയായിരിക്കാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. ഉള്ളം ക്ഷീണിക്കുമ്പോൾ ഞാൻ പാടും യേശുവിന്റെ ഗീതം. അതെ, നമ്മുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, നമ്മുടെ എല്ലാ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ അറ്റുപോകുമ്പോൾ, പ്രതിസന്ധികളും പ്രശ്നങ്ങളും രോഗങ്ങളും കഷ്ടങ്ങളും ദുരിതങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു വരുമ്പോൾ യേശുവിന്റെ ആ പാട്ട് നമുക്ക് പാടാം. ചിറകിൽ നമുക്ക് പറന്നുയരാൻ കഴിയും. ആ ഉയരത്തിൽ എന്റെ ആ നാഥന്റെ സന്നിധാനത്തേക്ക് നമുക്ക് ഉയരാൻ കഴിയും. അതെ, ആ ഗാനം വളരെ അർത്ഥവത്തായ ഒരു ഗാനമാണ്. മാത്രമല്ല വളരെ ആഴമേറിയ ആശയം നൽകുന്നു എന്ന് മാത്രമല്ല, മനോഹരമായ ട്യൂണാണ്. നമ്മുടെ ഹൃദയത്തെ വളരെ ആഴത്തിൽ സ്പർശിക്കുന്ന, നമ്മുടെ ഹൃദയത്തിൽ വളരെ വികാരം നൽകുന്ന, കർത്താവിലുള്ള സ്നേഹത്തിൽ നമ്മെ ഉറപ്പിക്കുന്ന ഒരു മനോഹരമായ ഗാനമാണ് യേശുവിൻ ലോകത്തിൻ സ്നേഹം മാറുവേ, യേശുവാണ് എന്റെ സ്നേഹിതൻ, എന്നെ മുറ്റും അറിയുന്നവൻ, എന്റെ ജീവന്റെ ജീവനാണവൻ. ആ ഗാനം ഇപ്പോൾ നമ്മൾക്ക് സഹോദരി ലിറ്റി ബെൻ ഫ്രം ചെന്നൈ നമുക്ക് വേണ്ടി ആലപിക്കുന്നതാണ്. പ്രിയ സഹോദരിയെ ആ ഗാനം ആലപിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു.
ശാശ്വതമാ ഭവനത്തിൽ എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധിയിൽ. താങ്ക് യു ലിറ്റി. മനോഹരമായിട്ട് പാടി. ആ ഗാനത്തിന്റെ എല്ലാ ഫീലിംഗും നമുക്ക് ലഭിക്കാൻ ഇടയായി. പ്രിയ കുടുംബത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ സോദരിക്ക് നീ അതേ ഗാനങ്ങൾ ആലപിക്കാനുള്ള എല്ലാ കൃപയും ദൈവം നൽകട്ടെ. കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി പാടുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ഇതുവരെയും നമ്മള് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാൻ ഇടയായി. ഗാനം ആലപിച്ച് നമ്മെ ആത്മീയമായ സന്തോഷത്തിലേക്കും ആത്മീയപൂർത്തിലേക്കും നടത്തിയ എല്ലാ ഗായകരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തുടർന്നും അനേക ഗാനങ്ങൾ ആലപിക്കുവാൻ ദൈവം അവരെ ബലപ്പെടുത്തുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഈ ഗാനങ്ങളെല്ലാം ശ്രവിക്കുവാൻ കടന്നു നമുക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ വിരുന്നായിരുന്നു എന്നുള്ളതിന്റെ ആ സംശയമില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ മഴയുടെയും മറ്റു പ്രതിസന്ധികൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഈ ശുശ്രൂഷയെ തടസ്സപ്പെടുത്താതെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ശുശ്രൂഷ പൂർത്തീകരിക്കാൻ നമുക്ക് ഇടയായല്ലോ. അതിനായി ദൈവത്തിന് എല്ലാ മഹത്വം അർപ്പിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. തുടർന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുവാനായിട്ട് കർത്താവിന്റെ വിലയേറിയ ദാസൻ പ്രിയ KM ജോൺ അങ്കിളിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ അനേക വർഷങ്ങളായി എല്ലാ മാസത്തിന്റെയും അവസാന ശനിയാഴ്ച നടന്നു വരുന്ന ഈ സംഗീത പരിപാടി അഭംഗുരം തുടരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മോട് കരുണ കാണിക്കുകയും അനേക മധുര ഗാനങ്ങൾ, ആശ്വാസ ഗാനങ്ങൾ ദൈവദാസന്മാരുടെയും ദാസിമാരുടെയും വളരെ മനോഹരമായ ശബ്ദത്തിലും ഈണത്തിലും പാടി കേൾക്കുവാൻ, ആശ്വസിക്കുവാൻ, ആസ്വദിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ ഈ നിലയിൽ അനുഗ്രഹിച്ചിരിക്കാൻ ദൈവത്തിന് സ്തോത്രം. അനേക ദൈവദാസന്മാരെ കർത്താവ് എടുത്ത് ഉപയോഗിച്ച് അനേക നല്ല ഗാനങ്ങൾ എഴുതുവാൻ, രചിക്കുവാൻ ഇടയായി തീരുകയും അത് നല്ല നിലയിൽ മാധുര്യമായ നിലയിൽ തന്നെ പാടുവാൻ ദൈവം തന്റെ മക്കളെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നും നമുക്ക് ഒരുമിച്ച് ഈ നിലയിൽ ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കാൻ ദൈവം അനുവദിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സൗത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറിനും ശാലോം ഗോസ്ബൽ മിനിസ്ട്രീസും കൂടെ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഈ സംഗീത സായാഹ്നത്തിൽ നമുക്കെല്ലാവർക്കും സംബന്ധിക്കുവാൻ ഇടയായതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇന്നിതിൽ ജോയിൻ ചെയ്ത എല്ലാ സഹോദരി സഹോദരന്മാർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നന്ദിയും സ്നേഹവന്ദനങ്ങളും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. ഇന്ന് ഈ മീറ്റിംഗ് ഈ നിലയിൽ വളരെ ക്രമീകൃതമായി ലീഡ് ചെയ്യുവാൻ കർത്താവിന്റെ ദാസൻ വിനോദ് തോമസിനെ ദൈവാത്മാവ് എടുത്തുപയോഗിക്കുകയും ഇത്രത്തോളം ഭംഗിയായി കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ഇടയാകുകയും ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിലെ എല്ലാ ശുശ്രൂഷകളും നിർവഹിക്കുവാൻ ദൈവം തന്റെ മക്കളെ ഉപയോഗിച്ചതിനായിട്ടും സ്തോത്രം. പ്രാരംഭമായി പ്രാർത്ഥനയിൽ നമ്മെ സഹായിച്ച കർത്താവിന്റെ ദാസൻ പ്രിയ തോമസ് സാറിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തന്നോടുള്ള നന്ദിയും സ്നേഹവും ഇത്തരുണത്തിൽ ഞാൻ അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഗാനങ്ങൾ ആലപിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മെൽബണിൽ നിന്ന് പ്രിയ സഹോദരൻ സജീവ് മാത്യു, അയർലൻഡിൽ നിന്ന് ജോസ്ന ബിജോ സഹോദരി, ഷാലിൻ വർഗീസും അതുപോലെ ഷേർലി വർഗീസ് ആ സഹോദരനും സഹോദരിയും ന്യൂയോർക്കിൽ നിന്ന് മനോഹരമായ ഗാനങ്ങൾ പാടുവാനിടയായല്ലോ. അയർലൻഡിൽ നിന്ന് അനിമ ജസ്റ്റിൻ സഹോദരി ആ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം. ലോഹയിൽ നിന്ന് പ്രിയ സഹോദരൻ പ്രമോദ് എസ് ജോൺ തന്റെ മനോഹരമായ ഗാനം കേൾക്കുവാനിടയായല്ലോ. ചെന്നൈയിൽ നിന്ന് പ്രിയ സഹോദരി റൂബിൽ ജോബിയും അതുപോലെ ഉടുമൽപേട്ടയിൽ നിന്ന് പ്രിയ സഹോദരൻ ഷിബു ജോസും വളരെ മനോഹരമായി ഗാനം ആലപിക്കാൻ ഇടയായല്ലോ.
അതോട് ഒപ്പം പ്രിയ സഹോദരി കെസിയ ജോസ് ഉടുമൽപ്പെട്ട് ആ പ്രിയ മകൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് ഒരു ഗാനം ആലപിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയ മോൾ നന്നായിട്ട് പാടി. തുടർന്നും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവര് രണ്ടുപേരും, പിതാവും മകളും, അവരെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ പ്രിയ സഹോദരി ലിറ്റി ബെൻ ചെന്നൈയിൽ നിന്ന് മനോഹരമായ ഗാനം പാടുവാൻ ഇടയായി തീർന്നു. അവർക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അവരെ സഹായിക്കട്ടെ. വരുന്ന നാളുകളിലും അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള, നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. പ്രിയ സഹോദരൻ ജെയിംസ് ജോൺ തോട്ടപ്പള്ളി ഇന്ന് പാടേണ്ടതായിരുന്നു. എന്നാൽ തനിക്ക് ടെക്നിക്കൽ പ്രോബ്ലം നിമിത്തം ജോയിൻ ചെയ്യുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് പാടാൻ കഴിഞ്ഞില്ല. എങ്കിലും അദ്ദേഹത്തെയും ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി സഹായിക്കട്ടെ. ഈ പ്ലാറ്റ്ഫോമിൽ പല നിലകളിലുള്ള ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ, എല്ലാ ദിവസവും രാവിലെ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാവിലെ 6:30 മുതൽ 7 മണി വരെ ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ദിവസവും നടന്നു വരുന്നതാണ്. ഈ ദിവസങ്ങളിൽ ഇടയലേഖനങ്ങളാണ് നമ്മൾ വചനാധ്യാനമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഈ പ്ലാറ്റ്ഫോമിൽ ഈ ലിങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വ്യാഴാഴ്ച രാവിലെ അതേ സമയത്ത് പ്രാർത്ഥനയുണ്ട്. അനേക വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ആ പ്രത്യേക പ്രാർത്ഥന കൂടിവരവുണ്ട്. അതോടൊപ്പം വ്യാഴാഴ്ച വൈകുന്നേരത്ത് 5:30 മണി മുതൽ സഹോദരിമാർക്കായി ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 5:30 മുതൽ ആ മീറ്റിംഗ്, സഹോദരിമാരുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 6 മണിക്ക് ഇതുപോലെ ഫാമിലി ഗെറ്റ് ടുഗദർ എന്നുള്ള നിലയിൽ കുടുംബങ്ങളായിട്ട് ഒരു കുടുംബയോഗം പോലെ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. ഇതിനെല്ലാം ആവശ്യമായിരിക്കുന്ന കൃപ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാ സഹോദരി സഹോദരന്മാരും ഇതിൽ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. എത്രയോ നാളുകളായി നടന്നു വരുന്ന ഈ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി നടക്കുവാനായിട്ട് ഇടയാകുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ നന്ദിയുടെ വാചകങ്ങൾ പറയേണ്ട പ്രിയ സഹോദരൻ ജോൺ ചെറിയാനായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു ദീർഘയാത്ര കഴിഞ്ഞ് മടങ്ങി എത്തി. അദ്ദേഹം കുടുംബമായി ചൈനയിലേക്ക് പോയിരുന്നു. ചൈനയിൽ നിന്നും മടങ്ങി എത്തി വീട്ടിൽ വിശ്രമിക്കുകയാണ്. അല്പം ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ആണ് ഈ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചത്. അതോടൊപ്പം പ്രിയ റിജോയ് എൻ്റെ മകനാണ്. അവന് ഈ ശുശ്രൂഷ അവർ രണ്ടുപേരും ചേർന്നാണ് നടത്തുന്നത്. വളരെ അനുഗ്രഹകരമായ ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വരുന്ന ദിവസങ്ങളിലും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ മീറ്റിംഗ് ഇവിടെ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കർത്താവ് ധാരാളമായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നത് പാലാരിവട്ടത്ത് കർത്താവിന്റെ ദാസൻ ജേക്കബ് വെട്ടിമറ്റം അച്ചായനാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രിയ ജേക്കബ് അച്ചായനെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വമുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഒരു അവസരം കൂടെ ഈ നശ്വരമായിരിക്കുന്ന ഭൂമിയിൽ ഞങ്ങൾക്ക് തന്ന് അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ പ്ലാറ്റ്ഫോം ഒരുക്കി അനേക ഗാനങ്ങൾ കേൾപ്പിപ്പാനും സൗകര്യങ്ങളെ ഒരുക്കി തന്ന എല്ലാ കവയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ശുശ്രൂഷിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക റിജോയ്ക്ക് വേണ്ടി, കെ.എം. ജോണിന് വേണ്ടി, അതുപോലെ വിനോദ് തോമസിന് വേണ്ടിയും ഒക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഗാനങ്ങൾ ആരംഭിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കൊടുത്ത എല്ലാ കഴിവുകൾക്കായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. അത് അനേക നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അത് ഞങ്ങൾക്ക് കേൾപ്പാനും അത് ഞങ്ങൾ അർത്ഥവത്തായി ഞങ്ങളുടെ ജീവിതങ്ങളിൽ പരിണമിക്കുവാനും ആവശ്യമായ സ്വർഗീയ കൃപ തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദൈവകൃപ ധാരാളമായിട്ട് ആവശ്യമാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ നിലയിൽ കാര്യങ്ങളൊക്കെ തുടർന്ന്
പ്രവർത്തിപ്പാനും കർത്താവിന്റെ വരവരെയും കർത്താവിന്റെ ആ സമയം വരെയും ഞങ്ങളെ സൂക്ഷിച്ച് പരിപാടി അനുജയപ്പെടുന്ന നിലയിൽ നടക്കുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രതിയാൽ പ്രാർത്ഥിക്കുന്നു. അനേക വിഷയം കർത്താവായ യേശു ക്രിസ്തു നിത്യസ്നേഹത്തെക്കുറിച്ച് പാടി അത് ഞങ്ങൾക്ക് ആസ്വദിപ്പാൻ കൊണ്ടയാക്കി തീർത്തതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരുണ അനുഭവിപ്പാൻ കൊണ്ടയാക്കി അതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. എണ്ണി സ്തുതിപ്പാൻ മതിയായ കാരണങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളൊക്കെയും ഞങ്ങൾക്ക് തരുന്ന എല്ലാ കൃപയ്ക്കായിട്ടും ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൽ മാത്രം പ്രശംസിക്കുവാൻ തക്കവണ്ണം എന്റെ പ്രശംസയും എന്റെ പാട്ടും എല്ലാം കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രമാണെന്ന് പാടി സന്തോഷിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഒരു അവസരം കൂടെ തന്നതിനായിട്ട് സ്തോത്രം. അങ്ങനെ ഗാനങ്ങൾ ആലപിച്ച ഞങ്ങളുടെ സഹോദരന്മാർക്ക് ആവശ്യമായ സ്വർഗീയ കൃപ ധാരാളമായി കൊടുത്ത് അത് പൂർവാധികം അനുഗ്രഹിക്കപ്പെടുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആ ഗാനങ്ങൾ ആലപിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇടയാക്കത്തർക്കം ചെയ്യണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും. കർത്താവായ യേശു ക്രിസ്തു സ്നേഹിക്കുന്നവനാണ്, കരുതുന്നവനാണ്, കാക്കുന്നവനാണ്, അവസാനത്തോളം നടത്തുന്നവനാണ്. അതൊക്കെ ഓർക്കുവാൻ തക്കവണ്ണം ഈ പാട്ടിൽ കൂടെ ഞങ്ങളെ ലഭിച്ച ആ നന്മ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന അങ്ങനെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങനെ ലഭിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളുടെ ഈ പ്രദേശ പ്രയാണം സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിച്ചുകൊണ്ട് കർത്താവിലേക്ക് നോക്കി കർത്താവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ജീവിപ്പാൻ ആവശ്യമായ എല്ലാ സ്വർഗീയ കൃപയും തന്ന് ഞങ്ങളെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എണ്ണി സ്തുതിപ്പാൻ തക്കവണ്ണം നിന്റെ സ്നേഹം എത്രയോ അഗാധമാണ് എന്ന് എപ്പോഴും മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇടയാക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. ഞങ്ങൾ പാടിയതുപോലെ കർത്താവെ ചിന്തിച്ചതുപോലെ നീ ഞങ്ങളുടെ സങ്കേതവും ബലവും കോട്ടയുമാക്കാണ് ആ അനുഗ്രഹിക്കപ്പെട്ട ആ നിലയിൽ ഞങ്ങളെ നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പർവ്വതങ്ങൾ മാറിയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും വിട്ടുമാറാത്തായിരിക്കുന്ന ദൈവകരുണയും ധാരാളമായിട്ട് അനുഭവിപ്പാൻ തക്കവണ്ണം അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും നടത്തിയ ദൈവം ഞങ്ങളെ എല്ലാ ദിവസവും പോറ്റി പ്രവർത്തിക്കൊണ്ട് ഞങ്ങളെ അന്ത്യത്തോളം നടത്തുവാൻ തക്കവണ്ണം മതിയായവരാണെന്ന് എപ്പോഴും ഉറപ്പിച്ച് പാടുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കുകയും ഞങ്ങളെ സംഗീതം ആരംഭിച്ച എല്ലാ സഹോദരങ്ങൾക്കും ആവശ്യമായിരിക്കുന്ന സ്വർഗീയ ധാരാളമായി നൽകി വരും ദിവസങ്ങളൊക്കെ കർത്താവിന് വരവ് താമസിക്കുന്നുവെങ്കിൽ വീണ്ടും പാടുവാനും സന്തോഷിപ്പാനും പങ്കുചേരുവാനും ഒക്കെ ഞങ്ങൾക്ക് ഇടയാക്കി തീർക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇത് ചുമട് കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സ്തോത്രം. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുവാൻ തക്കവണ്ണം പ്രിയ ജോൺ ചെറിയാനും നമുക്ക് കൊടുത്ത കൃപയ്ക്കായി ഇതിനെ സ്തുതിക്കുന്നു. റിജോയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. KM ജോണ്ടായി സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളൊക്കെ ദൈവനാമ മഹത്വത്തിനും ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ആരോഗ്യകരമായിരിക്കുന്ന ചിന്തകൾ ലഭിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിപ്പാൻ തക്കണം പ്രത്യാശയോടെ സമൃദ്ധിയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവിടെ നന്മയും കൃപയും ധാരാളമായിട്ട് ഞങ്ങൾ ചൊരിഞ്ഞ് വിശ്വാസനായനും പൂർത്തിവരുത്തുന്ന യേശുവിനെ നോക്കി ഞങ്ങളുടെ ശിഷ്ടായുസ് കഴിപ്പാൻ തക്കണം ഞങ്ങളുടെ പ്രദേശ പ്രയാണം സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിപ്പാൻ തക്കണം കർത്താവിന് വരുവായി നോക്കി പാർത്തുകൊണ്ട് ജീവിപ്പാൻ സഹായിക്കണമെന്ന് പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ പിന്തുടർന്ന് കർത്താവിനെ സേവിച്ച് ജീവിപ്പാൻ തക്കണം എല്ലാവർക്കും ആവശ്യമായ സ്വർഗീയ കൃപ ദാനം ചെയ്യേണ്ടതെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നന്മ നിറച്ച് കാത്തുകൊള്ളണമേ. തിരുനാമം കൂടെ മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും എല്ലാ സംഗീതം പാടിയവരോടും മറ്റു പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.